أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون. بالقطب الرباني والغوث الصمداني نجينا من كل آفات يا الله. بالقطب الرباني والغوث الصمداني نجينا من كل آفات يا الله. എന്നെ ഒരുത്തരെ കൂട്ടി പറയണ്ട, എന്നെ പടപ്പിന പ്രിയരുതെന്നോവർ എന്നോട് ഏകല്ലൂടയവൻ തൻ്റെകൾ ആകുന്ന ഞാൻ ചൊൽകിൽ ആകും അതെന്നോവർ. ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ എന്നാണ് നിന്നെ പറയുന്നു കേട്ടോവർ. ബിൽഖുതുബി റബ്ബാനി വൽഗൗസി സ്വമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാത്തി യാ അല്ലാഹ്. ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ, ചൊല്ല നീ എന്നെ ആ മാനില്ലാതെന്നോവർ. ആരാനും ചോദിച്ചാൽ അവരോട് ചൊല്ലുവാൻ അനുവാദം വന്നാൽ ഫറവൻ ഞാനെന്നോവർ. എൻ കയ്യാലൊന്നുമേ തിന്നേനതെന്നാരേ ഏകലാൽ ഖിളറേകി പാരി കൊടുത്തോവർ. ബിൽഖുതുബി റബ്ബാനി വൽഗൗസി സ്വമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാത്തി യാ അല്ലാഹ്. ഭൂമി ഉരുണ്ടപ്പോൾ എൻ കയ്യിൽ എന്നോവർ. ഭൂമി അതൊക്കെയും ഒരു ചുമടെന്നോവർ. കഅബാനെ ചുറ്റുവാൻ കുത്തുബാണോരെല്ലാരും കഅബം ത്വവാഫന്ന് താൻ ചെയ്യും എന്നോവർ. എല്ലായിലും മേൽ അർശിങ്കൽ ചെന്നോവർ. എന്റെ കണ്ണെപ്പോഴോ ലൗഹില്ലാതെന്നോവർ. ബിൽഖുതുബി റബ്ബാനി വൽഗൗസി സ്വമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാത്തി യാ അല്ലാഹ്. എല്ലാ വലികളും ഒരു നബി വശി, ഞാനെന്റെ സിബാവ കാൽവാശി എന്നോവർ. എന്റെ മുരീദുകൾ തൗബയിൽ എണ്ണിയേ എന്നും മരിക്കരുതേ
بالقطب الرباني والغوث الصمداني نجينا من كل آفات يا الله ഏതാലൊരിക്കലും അല്ലാട് തേടുകിൽ എന്നെ കൊണ്ടല്ലാട് بالقطب الرباني والغوث الصمداني نجينا من كل آفات يا الله ആരുണ്ടതിൻ്റെ മഖാമിനെ എത്തിയിട്ട് ആരാനുമുണ്ടെങ്കിൽ ചൊല്ലുവീനെന്നോവർ 70 ബാതിൽ ആരും അറിയാത്ത ഇൽമാലതെന്നോവർ ഓരോരേ വാതിലിൽ വിധി അതോരോന്ന് ആകാശം ഭൂമിയും പോലെ അതെന്നോവർ ബിൽഖുതുബി റബ്ബാനി വൽഗൗസി സ്വമദാനി നജ്ജീനാ മിൻ കുല്ലി ആഫാത്തി യാ അല്ലാഹ് അല്ലാഹ് എനക്കവൻ താൻ ചെയ്ത പോരീഷ ആർക്കും ഖിയാമത്തോളം ചെയ്യാതെന്നോവർ എല്ലാവർക്കും എത്തിയ നിലവാടാതെ പേരും എൻ്റെ ബഖിയത്തിൽ മിഞ്ചം അതെന്നോവർ എല്ലാരും ഓതിയ ഇൽമുകളൊക്കെയും എന്നോട് ഇൽമാല തൊട്ടെന്ന് ചൊന്നോവർ അതൊട്ടെന്ന് ചൊന്നോവർ ബിൽഖുതുബി റബ്ബാനി വൽഗൗസി സ്വമദാനി നജ്ജീനാ മിൻ കുല്ലി ആഫാത്തി യാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഔലിയാക്കളുടെ ലോകത്ത് വലിയ മഹത്വമുള്ള ഔലിയാക്കളുടെ നേതാവായി അറിയപ്പെടുന്ന മഹാനാണ് അഹ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. പച്ചയായ ജീവിതം, മനുഷ്യപ്പറ്റുള്ള ജീവിതം, എല്ലാവർക്കും മാതൃകയാകും വിധം ജീവിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളണം, മനുഷ്യനെയും മനുഷ്യേതര ജീവികളെയും ഉൾക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് ഒരു മുസ്ലിം ജീവിതം സാധ്യമാവുന്നത് എന്ന് ജീവിച്ചു കാണിച്ചു തന്ന ആളാണ് മഹാനായ റിഫാഇ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. നാട്ടിലും കുടുംബത്തിലും എല്ലായിടത്തും കരുണയുടെ അരുണവർഷങ്ങൾ കരുണയോടെ ജീവിച്ച ഒരാളായിരുന്നു റിഫാഇ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. എല്ലാവരോടും സ്നേഹം മാത്രം, തന്നെ കൊണ്ട് ആർക്കും ഒരു ഉപദ്രവവും ഉണ്ടാവരുത് എന്ന് ജീവിച്ച് പഠിപ്പിച്ചു തന്ന ആളാണ് മഹാനവർ. ഒരു മുസ്ലിം എങ്ങനെയാവണം, ഒരു മുസ്ലിമിൻ്റെ ജീവിതം ദഅവത്താവുന്നത് എങ്ങനെ
എന്ന് റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൽസ്വഭാവത്തിൻ്റെ ഗുണങ്ങളായി, സൽസ്വഭാവത്തിൻ്റെ അടയാളങ്ങളായി മക്കാരിമുൽ അഖ്ലാഖ്, സൽസ്വഭാവം എന്തെല്ലാമാണ് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ പരമാവധി ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ച ആളാണ് ഷെയ്ഖ് റിഫാഇ റളിയല്ലാഹു അൻഹു. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടുംബത്തിൽ എങ്ങനെ, അനുയായികളോടൊപ്പം എങ്ങനെ, മക്കളോട്, കുട്ടികളോട്, വീട്ടുകാരോട്, നാട്ടുകാരോട്, സഹജീവികളോട്, അങ്ങനെ ഓരോരുത്തരോടും തങ്ങൾ പെരുമാറിയ രീതി എന്താണെന്ന് ശരിയാം വണ്ണം പഠിക്കുകയും അത് ജീവിതത്തിൽ കറക്റ്റ് അനുധാവനം ചെയ്യുകയും ചെയ്ത ഒരു ജീവിതമാണ് റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം. ഷെയ്ഖ് റിഫാഇ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മഹാന്മാർ എഴുതി വെച്ച 30 ഗുണവിശേഷണങ്ങളെക്കുറിച്ചാണ് ഇന്നിവിടെ നമ്മൾ പഠിക്കുന്നത്. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നതും ജീവിച്ച് കാണിച്ചു തന്നതുമായ കാര്യങ്ങളാണ്. അതിനെയാണ് മക്കാരിമുൽ അഖ്ലാഖ്, നല്ല സ്വഭാവ ഗുണങ്ങൾ എന്ന് പറയുന്നത്. എന്തായിരുന്നു റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം? റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ഒന്ന്, ആരെയും ആശ്രയിക്കാതെ ജീവിക്കണം എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുകയും അങ്ങനെ ജീവിച്ച് കാണിച്ചു തരുകയും ചെയ്ത ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും അനുയായികളെ പഠിപ്പിച്ച ഒരു രീതി അതാണ്. യാചന നടത്തി പള്ളിയിലേക്ക് വന്ന ആളോട് കാട്ടിൽ പോയി വിറക് ശേഖരിച്ച് സ്വന്തമായി ഒരു അസ്തിത്വം ഉണ്ടാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. റിഫായി ഷെയ്ഖിൻ്റെ പ്രത്യേകതകളിൽ ഒന്ന് അതാണ്. ആരെയും ആശ്രയിക്കാതെ ജീവിക്കുക. അതാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ജോലി ചെയ്യുന്ന ആൾക്കാരെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. ഒരാൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും ടോപ്പായ ഭക്ഷണം കസ്ബുർ റജുലി ബിയദിഹി, സ്വന്തം അധ്വാനിച്ച് കഴിക്കുന്ന ഭക്ഷണമാണ്. അതിനോളം ടേസ്റ്റുള്ള, മധുരമുള്ള, മനസ്സിന് സുഖം കിട്ടുന്ന ഒന്ന് വേറൊന്നുമില്ല. ആൾക്കാരടുത്ത് നിന്ന് എന്തെങ്കിലും കിട്ടണമെന്ന് വിചാരിക്കുക, യാചന നടത്തുക, മറ്റുള്ളവരുടെ സ്വത്തിൽ മോഹിക്കുക, ഇതൊക്കെ വളരെ വൃത്തികെട്ട സ്വഭാവങ്ങളാണ്. അത് നമുക്ക് ഉണ്ടാവരുത്. റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പഠിക്കേണ്ട രണ്ടാമത്തെ കാര്യം, യസ്ലു മൻ ഖതഅഹു, ആരെങ്കിലും ബന്ധം ഇങ്ങോട്ട് മുറിച്ചാൽ, ഡിസ്കണക്റ്റ് ആക്കിയാൽ അങ്ങോട്ട് പോയി ബന്ധം ചേർക്കും. അത്തരക്കാരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത്, ഹസബഹുല്ലാഹു ഹിസാബൻ യസീറ, അവർക്ക് വളരെ എളുപ്പമായ വിചാരണയായിരിക്കും ആഖിറത്തിൽ ഉണ്ടാവുക. റിഫായി ഷെയ്ഖ് അങ്ങനെയാണ്. ആര് ഇങ്ങോട്ടേക്ക് ശത്രുത വെക്കാൻ ശ്രമിച്ചാലും, ആര് ബന്ധം ഇങ്ങോട്ട് മുറിച്ചാലും റിഫായി ഷെയ്ഖ് അങ്ങോട്ട് പോയി ബന്ധം ചേർക്കും. അത് വഷളത്തരല്ലേ, ബോറല്ലേ എന്നൊന്നും വിചാരിക്കൂല. ആഖിറത്തിൽ വഷളാവാതിരിക്കാൻ ഇപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ സഹിച്ചാലും അത് ആഖിറത്തിൽ വിജയിക്കാനുള്ള വഴിയായി റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, ഹുസ്നുൽ മുആശറ. റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പകർന്നെടുത്ത ഒരു ജീവിതം ഹുസ്നുൽ മുആശറ, നല്ല കുടുംബജീവിതം. ആരെല്ലാം കൂടെ കൂടുന്നുണ്ടോ അവർക്കൊക്കെ സന്തോഷം മാത്രമേ റിഫായി ഷെയ്ഖിനെ കുറിച്ച് പറയാനുണ്ടാവുള്ളൂ. അത് ഒരു യാത്രയിലാണെങ്കിലും
ഒരു ദിവസത്തെ താമസമാണെങ്കിലും ഒരു മാസം റിഫായ് ഷേഖിൻ്റെ കൂടെ ജീവിച്ചാലും എല്ലാവർക്കും നല്ല അഭിപ്രായങ്ങൾ പറയാൻ മാത്രമേ അനുഭവങ്ങളായിട്ടുണ്ടാവുകയുള്ളൂ. റിഫായ് ഷേഖ് അങ്ങനെ ഒരു പച്ചയായ ജീവിതമാണ്. എല്ലാവർക്കും അങ്ങോട്ട് ഖിദ്മത്ത് എടുത്തു കൊടുത്ത്, എല്ലാവരെയും സ്നേഹിച്ച്, എല്ലാവരുടെയും ഇഷ്ടം വാങ്ങി, എല്ലാവരുടെയും ഹൃദയത്തിൽ സന്തോഷങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ് ഷെയ്ഖ് റിഫാഇ റളിയല്ലാഹു അൻഹു. നാലാമത്തെ കാര്യം, വയുഅതി മൻ മനഅഹു. റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ ആരെങ്കിലും എന്തെങ്കിലും തരാതെ തടഞ്ഞാൽ അയാൾക്കും അങ്ങോട്ട് കൊടുക്കും. അയാൾ അന്ന് എന്നോട് അങ്ങനെ ചെയ്തതാണല്ലോ, അയാൾക്ക് ഞാൻ വാശി തീർത്തു കൊടുക്കാം എന്നൊന്നും ചിന്തിക്കില്ല. ആര് എന്ത് റിഫായി ഷേഖിന് കിട്ടേണ്ട അനുഗ്രഹം ബ്ലോക്ക് ചെയ്താലും ആ ബ്ലോക്ക് ചെയ്ത ആൾക്ക് അനുഗ്രഹം അങ്ങോട്ട് കൊടുക്കുന്ന ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതി. ആ രീതിയാണ് റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹു സ്വീകരിച്ചേക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കോളറ ഷർട്ട് പിടിച്ച് വലിച്ച ആൾക്കും നബി തങ്ങൾ സ്വതക്ക കൊടുക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം പിടിച്ച് വലിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന് മുറിവുണ്ടാക്കിയ അറാബിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിയും സ്വതക്കയുമാണ് നൽകിയത്. ഇതേ സ്റ്റൈലാണ് റിഫായി ഷേഖ് റളിയല്ലാഹു. മുത്തുനബി എന്തൊക്കെ സ്വഭാവ ഗുണങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ ജീവിച്ച് കാണിച്ച ആളാണ് അഹ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹു. നാലാമത്തത്, റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ നാലാമത്തെ ഒരു സ്വഭാവമാണ് കസീറുൽ ഹിൽം. സഹനം വർദ്ധിച്ച ആളാണ്. ആരെന്ത് ഉപദ്രവിച്ചാലും റിഫായി ഷേഖ് അത് സഹിക്കും. തിരിച്ചു ഉപദ്രവിക്കൂല, സഹിച്ചു നിൽക്കും. റിഫായി ഷേഖിനെ വീട്ടിലേക്ക് വിളിച്ചു ഒരാൾ സദ്യക്കാണെന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ. അവിടെ പോയി നോക്കുമ്പോൾ ഒന്നുമില്ല. റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹു അവിടെ എത്തിയപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്, ഈ വീട്ടിലൊന്നുമില്ല. റിഫായി ഷേഖ് പുഞ്ചിരിച്ചിട്ട് തിരിച്ചു വന്നു. അയാൾക്ക് ദ്വാരം കൊടുത്തിട്ട് അയാൾക്ക് ബർക്കത്ത് കൊടുത്തു എന്നല്ലാതെ അയാളോടൊരു വിരോധമോ വിദ്വേഷമോ ഒന്നുമില്ല. റിഫായി ഷേഖിൻ്റെ വീട്ടിൽ കള്ളം കയറി. അന്ന് അരിക്ക് നല്ല ധാന്യത്തിന് നല്ല വിലയുള്ള സമയമായിരുന്നു. റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹു അയാളോട് പറഞ്ഞു, നീ ഇപ്പോൾ എടുക്കുന്ന അരി അല്ലെങ്കിൽ ഗോതമ്പ് ധാന്യം പൊടിക്കാത്തതാണ്, ഇനി ഇത് പൊടിക്കാൻ വേണ്ടി വേറെ വില കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് പൊടിച്ച ഗോതമ്പ് എടുത്തോളി എന്ന് പറഞ്ഞ് അയാൾക്ക് സ്നേഹം കൊടുക്കുകയാണ്. ആരെന്ത് ഉപദ്രവിച്ചാലും അത് സഹിക്കാനുള്ള ഒരു മനസ്സും ഉപദ്രവിച്ച ആൾക്ക് സന്തോഷം കൊടുക്കാനുള്ള വളരെ വിശാലമായ മനസ്സും രൂപപ്പെടുത്തിയ ആളാണ് റിഫായി ഷേഖ് റളിയല്ലാഹു. ആറാമത്തെ കാര്യം, റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആറാമത്തെ കാര്യം, വയഅഫു അമ്മൻ ലലമഹു. ആക്രമിച്ച ആൾക്ക് അങ്ങോട്ട് പുറത്തു കൊടുക്കും, മാപ്പ് കൊടുക്കും. അള്ളാഹു വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗുണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും കൂടുതലുള്ളൊരു ഗുണമാണല്ലോ അത്. ആരെ ആക്രമിച്ചാലും അങ്ങോട്ട് മാപ്പ് കൊടുക്കും. ആ മാപ്പിൻ്റെ മുന്നിലാണ് എല്ലാവരും കീഴടങ്ങിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെട്ട പലരെയും വധിച്ചു കളഞ്ഞ എത്ര ആൾക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ അവർക്കൊക്കെ മാപ്പ് കൊടുത്ത് അവരെയൊക്കെ സ്വഹാബിമാരാക്കി മാറ്റിയിട്ടുണ്ട്. റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വഭാവം ആ രീതിയിലാണ്. ആരക്രമിച്ചാലും റിഫായി ഷേഖിനെ ഒരാൾ ചീത്ത വിളിച്ചു, റിഫായി ഷേഖ് അയാൾക്ക് ദ്വാർന്നു കൊടുക്കുകയാണ് ചെയ്തത്. സുബ്ഹാനല്ലാഹ്, എന്തൊരു സ്വഭാവം! ആക്രമിച്ചവർക്കൊക്കെ മാപ്പ് കൊടുക്കും. റിഫായി ഷേഖിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഏഴാമത്തത്, കാത്തിമുല്യ സിരി. ആരുടെയെങ്കിലും രഹസ്യം റിഫായി ഷേഖ് അറിയേണ്ടി വന്നാൽ അതൊരാളോടും പറയൂല.
ആരുടെയും രഹസ്യം നമ്മൾ പൊളിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് ദ്വാരക്കുന്ന തന്നെ ആരുടെയും കുറവ് എനിക്ക് അറിയിച്ചു തരലേ അല്ലാ എന്നാണ്. ആരുടെയും ന്യൂനത അറിയാൻ നമ്മൾ ശ്രമിക്കരുത്. അയാൾ എന്തുകൊണ്ടാണ് ആ കോളേജിൽ നിന്ന് പുറത്തായത്, എന്തുകൊണ്ടാണ് അയാൾ ഭാരവാഹിയായി സെലക്ട് ചെയ്യപ്പെടാത്തത്, അതൊക്കെ എന്തിനാണ് നമ്മൾ അറിയണത്? എന്താ നമ്മൾ അറിഞ്ഞിട്ട് കാര്യം? എന്തിനാണ് ബാക്കിയുള്ളവരുടെ കുറവുകൾ നമ്മൾ അറിയണത്? അതാണോ നമ്മുടെ ഡ്യൂട്ടി? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദ്വാരക്കുന്ന തന്നെ ആരുടെയും ന്യൂനതയോ കുറവോ എനിക്ക് അറിയിച്ചു തരലേ അല്ലാ എന്നാണ്. സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, നിങ്ങൾ ആരും ആരുടെയും കുറവ് എനിക്ക് പറഞ്ഞു തരാൻ പാടില്ല. അങ്ങനെ ആരുടെയെങ്കിലും കുറവ് എനിക്ക് പറഞ്ഞു തന്നാൽ നിങ്ങൾ ആരുടെ കുറവാണോ എൻ്റെ മുന്നിൽ അവതരിപ്പിച്ചത് അയാൾ എൻ്റെ മുന്നിൽ വരുമ്പോൾ പിന്നെ ആ നെഗറ്റീവാണല്ലോ എൻ്റെ മനസ്സിൽ വരിക. അതുകൊണ്ട് ആരുടെയും കുറവ് എന്നോട് പറയാൻ പാടില്ല. എല്ലാവരെയും നല്ല മനസ്സോടെ കാണാനാണ് എൻ്റെ ആഗ്രഹം. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സ്വഭാവമാണത്. എന്ത്? ഒരാളുടെയും രഹസ്യം മഹാനവറുകൾ അറിയാൻ ശ്രമിക്കില്ല. അഥവാ എങ്ങനെയെങ്കിലുമൊക്കെ അറിഞ്ഞാൽ അത് മറച്ചു വെക്കുകയും ചെയ്യും. ആരുടെയെങ്കിലൊക്കെ ന്യൂനതകൾ, കുറവുകൾ, രഹസ്യങ്ങൾ നമ്മൾ പരസ്യമാക്കിയാൽ നമ്മുടെ മുഴുവൻ രഹസ്യങ്ങളും പുറത്തു കൊണ്ടുവന്ന് നമ്മെ അള്ളാഹു വഷളാക്കും. ആരുടെയെങ്കിലൊക്കെ രഹസ്യങ്ങൾ നമ്മൾ രഹസ്യമായി കാത്തു സൂക്ഷിച്ചാൽ, ആരെയും വഷളാക്കാതെ ആ രഹസ്യം നമ്മൾ ഹൈഡ് ചെയ്താൽ, നമ്മുടെ ഒരു രഹസ്യവും ആഖിറത്തിൽ അള്ളാഹു പുറത്തെടുത്ത് വഷളാക്കൂല. ആ പെട്ടി പൊളിക്കൂല. നമ്മുടെ രഹസ്യത്തിൻ്റെ പെട്ടി അള്ളാഹു പൊളിക്കൂല. അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഒരനുഗ്രഹമാണ് നമ്മുടെ രഹസ്യങ്ങളൊന്നും പുറത്തു കൊണ്ടുവരാതെ നിൽക്കുന്നത്. ഇത് അള്ളാഹു ആ അനുഗ്രഹം പിടിച്ച് പുറത്തേക്ക് വലിക്കുന്നത് എപ്പോഴാണ്, പുറത്തേക്ക് എടുക്കുന്നത് എപ്പോഴാണ്? മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ നമ്മൾ പരസ്യമാക്കി വഷളാക്കുമ്പോഴാണ്. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത ഒരു പ്രത്യേകത, വയസ്ഫഹു അൻ സയ്യിആത്തിൽ ഇഖ്വാൻ, കൂട്ടുകാരുടെ കുറവുകൾ അതെല്ലാം അവർക്ക് കൂട്ടുകാരിൽ നിന്ന് വല്ല അബദ്ധവും കുറവുകളും വന്നാൽ അതൊക്കെ അവരിൽ നിന്ന് വന്നത് മാപ്പാക്കി കൊടുക്കും. അതിൻ്റെ പേരിൽ ക്രൂശിക്കാനോ കുറ്റപ്പെടുത്താനോ പോകാറില്ല. ഒരു സഹനത്തിൻ്റെ മനസ്സുള്ളത് കൊണ്ടാണ് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ ജീവിക്കുന്നത്. മഹാനവറുകളെക്കുറിച്ച് പറയുമ്പോൾ അടുത്തത് നമ്മൾ പറയാനുള്ളത് ഹാഫിളൻ ലിൽ അഹദി, കരാർ വളരെ കൃത്യമായി പുലർത്തുന്ന ആളാണ്. ഒരാളോടൊരു കാര്യം പറഞ്ഞാൽ റിഫായി ശൈഖ് അത് കറക്റ്റ് പൂർത്തിയാക്കും. നാളെ ചെയ്യാം എന്ന് പറഞ്ഞാൽ നാളെ ചെയ്തിരിക്കും. വാക്ക് ലംഘിക്കാത്ത ജീവിതം, കരാർ പൂർത്തിയാക്കുന്ന ജീവിതം. ജീലാനി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെയും വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഖദ് ഖുംത ബിസ്സുഹ്ദി വൽ ഇഖ്ലാസ്, ഇഖ്ലാസ്, സുഹദ്, ഇതൊക്കെ ജീലാനി തങ്ങളുടെ പ്രത്യേകത പറയുമ്പോൾ നമ്മൾ കുത്തുബിയത്തിൽ പാടാറുണ്ട്. വഫിയൽ വഅദി വൽ അഹ്ദി, കരാർ വളരെ കൃത്യമായി പുലർത്തുന്ന ആളാണ് ജീലാനി തങ്ങൾ. ഇതേ ഒരു സ്വഭാവമാണ് റിഫായി ശൈഖിനും ഉണ്ടായിരുന്നത്. റിഫായി ശൈഖിനെ നമ്മൾ പഠിക്കുമ്പോൾ അടുത്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ് വയുത്ഇമുൽ ജാഇ, വിശന്നവർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് റിഫായി ശൈഖിന് വളരെ ഇഷ്ടപ്പെട്ട സ്വഭാവമാണ്. റിഫായി ശൈഖിൻ്റെ ജീവിതത്തിൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്വഭാവമാണ് വിശന്ന ആൾക്ക് ഫുഡ് കൊടുക്കുക എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഫ്ളലുൽ അഅ്മാൽ, ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം, ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്വതക്കയായി പഠിപ്പിച്ചെന്ന ഒരു നന്മയാണല്ലോ അത്. റിഫായി ശൈഖിൻ്റെ ഒരു സ്വഭാവമാണ്. ജീലാനി തങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, ഞാൻ ഇത്രയും വലിയ ദർജയിലേക്ക് എത്തുന്നതിൻ്റെ ഒരു കാരണം, അല്ലെങ്കിൽ നന്മകളുടെ കൂട്ടത്തിൽ ഏറ്റവും ടോപ്പ് നന്മ, ജീലാനി തങ്ങൾ പറയും പാവപ്പെട്ടവർക്ക് ഫുഡ് കൊടുക്കുന്നതാണ്. വിശന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്ന അത്ര ശ്രേഷ്ഠമായ സ്വതക്ക ലോകത്ത് എന്തിനാണുള്ളത്? ഏത് നന്മക്കാണ് ആ കൂലി കിട്ടുക? അത്രയും പ്രതിഫലമുണ്ട് അതിൽ.
ഒരാളുടെ വിശപ്പ് നമ്മൾ മാറ്റിയാൽ അള്ളാഹുവിന് നമ്മളോട് അത്ര ഇഷ്ടമായിരിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കുറേ സുഭിക്ഷമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നു എന്നല്ലാതെ, വല്ലപ്പോഴും എപ്പോഴെങ്കിലും ഒരു ഫുഡ് ആർക്കെങ്കിലും കൊടുക്കുന്നു എന്നല്ലാതെ, വിശന്നവർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടോ? ഭക്ഷണം മറ്റുള്ളവർ കഴിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ഒരു മനസ്സ് നമ്മളിൽ രൂപപ്പെട്ടിട്ടുണ്ടോ? റിഫായി ഷേഖ് എല്ലാ ദിവസവും ആർക്കെങ്കിലൊക്കെ, വിശന്ന ആർക്കെങ്കിലൊക്കെ ഫുഡ് കൊടുക്കും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യത്തിന്, ഇന്ന് ആരെങ്കിലും വിശന്നവർക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന്, ഞാനുണ്ട് നബിയെ എന്ന് പറയുന്നു. ആ നന്മ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന നന്മയായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുന്നത്. റിഫായി ഷേഖിൽ കാണാവുന്ന വലിയൊരു ഗുണമാണത്. അതുപോലെ റിഫായി ഷേഖിനെ നമ്മൾ അറിയുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട അടുത്തൊരു ഗുണമാണ്, പാവപ്പെട്ടവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കും. ആരെല്ലാം വസ്ത്രം ഇല്ലാത്തവരുണ്ടോ, ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് വസ്ത്രം നൽകുന്ന ഒരു സ്വഭാവം. ഒരു മുസ്ലിം എങ്ങനെ ജീവിക്കണം, ഒരു വലിയ എങ്ങനെയാണ് രൂപപ്പെട്ടത്, ഒരാളെങ്ങനെയാണ് അള്ളാഹുലേക്ക് അടുക്കുന്നത്, അള്ളാഹുലേക്ക് എത്തുന്ന മാർഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗത്തെ ജീവിച്ച് കാണിച്ചു തരികയാണ് റിഫായി ഷേഖ് റളിയല്ലാഹു. ഇങ്ങോട്ട് ആക്രമിച്ചവർക്ക് മാപ്പ് കൊടുത്തു, എല്ലാവരെയും ചേർത്ത് നിർത്തിയും, എല്ലാവർക്കും ഭക്ഷണം കൊടുത്തും വെള്ളം കൊടുത്തും വസ്ത്രം കൊടുത്തും, ഇങ്ങനെ ഒരു പച്ചയായ ജീവിതം ജീവിക്കണം എന്നുള്ളതാണ് റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നത്. വയഊദുൽ മരീദ്, റിഫായി ഷേഖിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് രോഗസന്ദർശനം. രോഗി എവിടെ ഉണ്ട് എന്നറിഞ്ഞാലും റിഫായി ഷേഖ് അവിടെ എത്തും. ചിലപ്പോൾ തൻ്റെ നാട്ടിലാവണമെന്നില്ല, എത്രയോ കിലോമീറ്റർ അപ്പുറത്തായിരിക്കും, എത്രയോ കിലോമീറ്റർ അപ്പുറത്തായിരിക്കും രോഗിയുടെ വീട്, അല്ലെങ്കിൽ രോഗി ചികിത്സിക്കുന്ന കേന്ദ്രം. ബറങ്കാന ഔ ഫാജിറൻ, ആ രോഗി നല്ല ആളാവട്ടെ തമ്മാടിയാവട്ടെ, റിഫായി ഷേഖ് അവിടെ പോയിട്ട് കാണും, അവരെ സന്ദർശിക്കും, അവരെ സമാധാനിപ്പിക്കും. റിഫായി ഷേഖിൻ്റെ ഒരു സ്വഭാവമാണ്. എവിടെ നിന്നാണ് റിഫായി ഷേഖ് ഈ സ്വഭാവങ്ങളൊക്കെ ശേഖരിച്ചത്? റിഫായി ഷേഖിന് ഈ സ്വഭാവമൊക്കെ കിട്ടിയത് മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയിൽ നിന്നാണ്. മുത്തുനബിയിൽ നിന്ന് നമ്മൾ പകർന്നെടുക്കേണ്ട ഓരോ സ്വഭാവത്തെയും വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ലവാഖി. അത് നമ്മൾ വായിക്കുമ്പോൾ ഒരു മുസ്ലിം എങ്ങനെ ആവണം എന്നുള്ളത് ശരിക്കും പഠിക്കാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അത്തഖല്ലുഖു ബി അഖ്ലാഖിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അതാണ് റിഫായി ഷേഖ് ശരിക്ക് കാണിച്ചു തരുന്നത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനന്റെ പുറത്തുള്ള ഏതെങ്കിലും ഒരു നാട്ടിൽ, പരിസരത്തുള്ള നാട്ടിൽ രോഗിയുണ്ട് എന്നറിഞ്ഞാൽ രോഗിയുണ്ടെന്നറിഞ്ഞാൽ അങ്ങോട്ട് പോയി സന്ദർശിക്കും. സ്വഹാബത്തിൽ ആരെങ്കിലുമൊക്കെ കാണാതിരുന്നാൽ അന്വേഷിക്കും, രോഗിയാണെന്ന് പറഞ്ഞാൽ നേരെ അങ്ങോട്ടേക്ക് പോകും. റിഫായി ഷേഖ് ജീവിച്ച് കാണിച്ചെന്ന ഒരു സ്വഭാവമാണ് നമ്മളിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. റിഫായി ഷേഖിൻ്റെ ഒരു പ്രത്യേകതയാണ്, ജനാസ കർമ്മങ്ങൾ ചെയ്യാൻ റിഫായി ഷേഖിന് വലിയ ഇഷ്ടമാണ്. ആരെങ്കിലും മരിച്ചു എന്നറിഞ്ഞാൽ അങ്ങോട്ടെത്തും, കുളിപ്പിക്കാനും കഫൻ ചെയ്യാനും ദഫൻ ചെയ്യാനും എല്ലാത്തിനും വലിയ പ്രതിഫലമായിട്ട് ഇസ്ലാം പരിചയപ്പെടുത്തിയ, ഉഹദ് മലയോളം പ്രതിഫലമുണ്ടത്രേ ജനാസ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവർക്ക്. ഉഹദ് മലയോളം പ്രതിഫലം എന്ന് പറഞ്ഞാൽ അത്രയും വലിയ പ്രതിഫലമുണ്ട് ജനാസ കർമ്മങ്ങളിൽ ഇടപെടുന്നവർക്ക്. നമുക്ക് ഇങ്ങനെ ഒരു നന്മയിലുള്ള ജീവിതം നയിക്കാൻ സമയമില്ലാതെ പോകരുത്. നമുക്കെപ്പോഴും തിരക്കാണ്. എന്താണ് ഈ തിരക്കിട്ടിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? രോഗസന്ദർശനത്തിനോ, പാവപ്പെട്ടവർക്ക് വസ്ത്രം കൊടുക്കാനോ, വെള്ളം കൊടുക്കാനോ, അല്ലെങ്കിൽ ഭക്ഷണം നൽകാനോ, ഇതിനൊന്നും നമുക്ക് സമയമില്ല എന്ന് പറയുമ്പോൾ, എല്ലാ നന്മകളും ചെയ്ത് കിതാബുകൾ എഴുതി
ശിഷ്യന്മാർക്ക് ദർസ് നടത്തി കൊടുത്തു. അതിനിടയിൽ ഇതൊക്കെ ചെയ്യുന്ന റിഫായി ഷെയ്ഖിനെ വായിക്കുമ്പോൾ റിഫായി ഷെയ്ഖിൻ്റെ ഈ മാസത്തിൽ നമ്മുടെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാവണം. ഒരു പച്ചയായ ജീവിതത്തിലേക്ക് നമ്മൾ വരണം. റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു നിന്ന് വായിക്കേണ്ട 15ാമത്തെ കാര്യം, വയുജാലിസുൽ ഫുഖറാ, പാവപ്പെട്ടവരുടെ കൂടെ ഇരിക്കും. റിഫായി ഷെയ്ഖിന് അത് വലിയ ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ടല്ലോ, എന്നെ നിങ്ങൾ പാവപ്പെട്ടവരുടെ കൂടെ അന്വേഷിക്കും. എന്നെ നിങ്ങൾ അന്വേഷിക്കേണ്ടത് പാവപ്പെട്ടവരുടെ കൂടെയാണ്. അഹ്ലുസുഫത്തിൻ്റെ കൂടെ ഇരുന്ന് പാവപ്പെട്ടവർക്ക് ആശ്വാസമായി, പാവപ്പെട്ടവർക്ക് ഫുഡ് സംഘടിപ്പിക്കാൻ സംഘാടനം വഹിച്ച്, പാവപ്പെട്ടവരോടൊപ്പം കൂടെ ജീവിച്ച് നമുക്ക് ജീവിതം പഠിപ്പിച്ച എന്നാളാണല്ലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് ജീവിച്ചത്, ആ ജീവിതത്തെയാണ് ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു നമുക്ക് ജീവിച്ച് കാണിച്ചു തരുന്നത്. വയുജാലിസുൽ ഫുഖറാ, പാവപ്പെട്ടവരുടെ കൂടെ ഇരിക്കും. പാവപ്പെട്ടവരുടെ കൂടെ ഇരുന്നാൽ നമ്മുടെ മനസ്സ് വേഗം ശുദ്ധിയാവും അത്രേ. അഹങ്കാരം ഇല്ലാത്ത മനസ്സ് രൂപപ്പെടാൻ പാവപ്പെട്ടവരുടെ കൂടെ കൂടുതൽ കൂടുതൽ ജീവിച്ചാൽ മതി എന്ന് മഹാന്മാർ പറയുന്നുണ്ട്. പണക്കാർ വിളിക്കുന്ന സദ്യക്കും പരിപാടികൾക്കും മാത്രം പോവുകയും പാവപ്പെട്ടവർ വിളിക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുന്നത് ഒരാളുടെ മനസ്സിൽ കിബർ ഉണ്ട് എന്നുള്ളതിൻ്റെ അടയാളമായി മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ വായിക്കുമ്പോൾ നമ്മൾ വായിക്കേണ്ട 16ാമത്തെ അധ്യായം, ആരെ കണ്ടാലും അങ്ങോട്ട് സലാം പറയും. റിഫായി ഷെയ്ഖിന് അത് വലിയ ഇഷ്ടമാണ്. ആരെ കണ്ടാലും അങ്ങോട്ട് സലാം പറയും. അതൊരു താഴ്മയുടെ അടയാളമാണ്. അങ്ങോട്ട് സലാം പറയും. 2 മോമിനീങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയിട്ട് സലാം പറയാതിരുന്നാൽ മലക്കൾ വരെ അത്ഭുതപ്പെടും അത്രേ. ഇത്രയും പ്രതിഫലമുള്ള ഒരു നന്മ ഉണ്ടായിട്ടും ഇവരെന്താണ് തമ്മിൽ സലാം പറയാത്തത്? അള്ളാഹുവിലേക്ക് അടുക്കാനും സ്വർഗം ലഭിക്കാനും വിജയിക്കാനുള്ള ഏറ്റവും എളുപ്പമായ വഴി സലാം പറയലാണെന്ന് മഹാന്മാർ എഴുതി വെക്കുന്നുണ്ട്. വളരെ എളുപ്പമായ വഴിയാണത്. റിഫായി ഷെയ്ഖിൻ്റെ ഒരു സ്വഭാവമാണ്. 17, ജനങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ റിഫായി ഷെയ്ഖും സന്തോഷിക്കും. ജനങ്ങൾക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ റിഫായി ഷെയ്ഖിനും വിഷമം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ ഒരാളായി ജീവിക്കും. അവർക്ക് എന്താണോ വേണ്ടത് അത് കൊടുക്കും. ചുറ്റുവട്ടത്തുള്ള ആർക്കെങ്കിലും വിഷമം വന്നാൽ റിഫായി ഷെയ്ഖിൻ്റെ മനസ്സിലും മുഖത്തും ആ വിഷമം നമുക്ക് കാണാൻ പറ്റും. ആർക്കെങ്കിലും സന്തോഷമായാൽ റിഫായി ഷെയ്ഖിൻ്റെ മനസ്സിൽ വലിയ സന്തോഷമായിരിക്കും. അങ്ങനെ ഒരു പച്ചയായ ജീവിതത്തിനുടമയാണ് ഷെയ്ഖ് ആവുമ്പോഴും റിഫായി ഷെയ്ഖ് ഒരു പച്ച ജീവിതമാണ് എന്ന് ചുരുക്കം. റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത ഒരു പ്രത്യേകതയാണ്, ആരെങ്കിലും ഉദ്ർ പറഞ്ഞാൽ സോറി അറിയാതെ സംഭവിച്ചതാണ്, അല്ലെങ്കിൽ എന്നോട് പൊരുത്തപ്പെടണം എന്ന് പറഞ്ഞാൽ ആര് മാപ്പ് പറഞ്ഞാലും സ്വീകരിക്കും. ആര് മാപ്പ് പറഞ്ഞാലും സ്വീകരിക്കും. ഇനി ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് വല്ല അബദ്ധമോ കുറവോ വന്നാൽ റിഫായി ഷെയ്ഖ് അങ്ങോട്ട് പറയും, എന്തോ വിഷമം പറ്റിപ്പോയില്ലേ, അതൊന്നും കുഴപ്പമില്ല. മാപ്പ് പറയാൻ വേണ്ടി വരുന്ന ആളോട് അങ്ങോട്ട് മാപ്പ് പറയും. അങ്ങനത്തെ ഒരു സ്വഭാവമാണ് റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ. മാപ്പ് പറയാൻ വേണ്ടി വരുന്ന ആളോട് അങ്ങോട്ട് മാപ്പ് പറയും. അയാളിങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും, ഞാനിപ്പോൾ സോറി പറഞ്ഞാൽ റിഫായി ഷെയ്ഖ് സ്വീകരിക്കുമെന്ന്. അങ്ങനെയുള്ള ആളോടാണ് അങ്ങോട്ട് മാപ്പ് പറയാ. അങ്ങനത്തെ ഒരു ജീവിതമാണ് റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് കാഴ്ചയില്ലാത്തവരുടെ കൈ പിടിച്ച് അവരെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുക. അവർക്ക് എവിടെയാണോ എത്തേണ്ടത് അവിടെ റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു എത്തിക്കും. അവരുടെ വസ്ത്രം അലക്കി കൊടുക്കും. അവർക്ക് വേണ്ട എല്ലാ ഖിദ്മത്തും റിഫായി ഷെയ്ഖ് ചെയ്യും. എന്നിട്ട് അവസാനം അവരോട് ദ്വാരപ്പിക്കും,
എന്നിട്ട് റിഫായ് ശൈഖ് ആമീൻ പറയും. ഈ അഹമ്മദിനെ ഒന്ന് ദ്വാരന്നേരോന്നൊക്കെ ചോദിക്കും. കാഴ്ചയില്ലാത്തവരുടെ കൈ പിടിച്ച് ഒരാൾ 40 അടി നടന്നാൽ, 40 സ്റ്റെപ്പ് നടന്നാൽ അയാളുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ച തെറ്റുകുറ്റങ്ങളും വരാനിരിക്കുന്ന കാലത്തെ തെറ്റും പൊറുക്കും. എന്ന് പറഞ്ഞാൽ നിലവിൽ ചെയ്ത തെറ്റുകളൊക്കെ പുറത്ത് വരാനിരിക്കുന്ന കാലത്ത് നല്ല ജീവിതം അള്ളാഹു നൽകും. റിഫായ് ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ വായിക്കുമ്പോൾ നമ്മൾ 20ാമത്തെ പോയിന്റ് വായിക്കേണ്ടത്, പാവപ്പെട്ടവരുടെ വീടുകളിലേക്ക് റിഫായ് ശൈഖ് പോകും. എന്തിനാ പോവുക? കാടുകളിൽ നിന്ന് വിറക് ശേഖരിച്ച് പാവപ്പെട്ടവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കാനും അവർക്ക് ഫുഡ് കൊണ്ടു കൊടുക്കാനുമാണ് റിഫായ് ശൈഖ് പോകുന്നത്. റിഫായ് ശൈഖിൻ്റെ ഓരോ ദിവസത്തെ ലൈഫ് സ്റ്റൈൽ എടുത്തു നോക്കിയാൽ എപ്പോഴും റിഫായ് ശൈഖ് ചെയ്യുന്ന പരിപാടിയാണ് പാവപ്പെട്ടവർക്ക് വിറക് ശേഖരിച്ച് വീട്ടിലെത്തിച്ചു കൊടുക്കുക, ഫുഡ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. 21 വിധവകൾ അഥവാ ഭർത്താവ് മരിച്ചുപോയവർ, പാവപ്പെട്ടവർ, ഈ 2 വിഭാഗത്തെ പരിചരിക്കാനും സംരക്ഷിക്കാനും തിരിഞ്ഞു നോക്കാനൊക്കെ ആൾക്കാർ ആപേക്ഷികമായി കുറവായിരുന്നു. ആ 2 പേർക്കും, ആ 2 വിഭാഗത്തിനും എന്താണ് ജീവിതത്തിൽ വസ്ത്രമായിട്ട് ഭക്ഷണമായിട്ട് ആവശ്യം, അതൊക്കെ റിഫായ് ശൈഖ് എത്തിച്ചു കൊടുക്കും. അസ്സാഇ അലൽ അർമിലത്തി വൽ മസാക്കീൻ, വിധവകൾക്ക് വേണ്ടിയും പാവപ്പെട്ടവർക്ക് വേണ്ടിയും കഷ്ടപ്പെടുന്നവർ, അധ്വാനിക്കുന്നവർ, അവരുടെ ഒരു പുനർജീവിതത്തിന്, നല്ല ജീവിതത്തിന്, അവരുടെ ജീവിതത്തിൻ്റെ മനോഹാരിതയ്ക്ക് വേണ്ടി ഒരാൾ അധ്വാനിച്ചാൽ രാത്രി മുഴുവനും നിസ്കരിച്ച, പകല് മുഴുവനും നോമ്പെടുത്ത കൂലിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ആ ജീവിതത്തിന് അക്ഷരം പ്രതി അനുസരിച്ച ആളാണ് റിഫായ് ശൈഖ് റളിയല്ലാഹു അൻഹു. തൻ്റെ നാട്ടിലും നാട്ടിൻ്റെ ചുറ്റുവട്ടത്തും പാവപ്പെട്ടവർ, വിധവകൾ ഉണ്ടെന്നറിഞ്ഞാൽ ആ വീട്ടിലേക്ക് അവശ്യ വസ്തുക്കളൊക്കെ റിഫായ് ശൈഖ് സ്വന്തം റിസ്കിൽ എത്തിച്ചു കൊടുക്കും. റിഫായ് ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ 22ാമത്തെ ഒരു പ്രത്യേകത, രോഗികളുടെ വസ്ത്രം അലക്കി കൊടുക്കാൻ റിഫായ് ശൈഖ് റളിയല്ലാഹു അൻഹുവിന് വലിയ ഇഷ്ടമായിരുന്നു. രോഗികൾക്ക് ഖിദ്മത്ത് എടുക്കുക, രോഗികൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് വിഷമം വന്നാൽ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയം. ഈ പണക്കാരുടെ കൂടെ നിൽക്കുക, സന്തോഷങ്ങൾ ഉണ്ടാവുമ്പോൾ കൂട്ടുകാരോടൊപ്പം നിൽക്കുക എന്നുള്ളതൊന്നുമല്ല നമ്മളിൽ ഉണ്ടാവേണ്ടത്. അവശരോടൊപ്പം നിൽക്കുക, പാവപ്പെട്ടവരോടൊപ്പം നിൽക്കുക, കടത്തിൽ കുടുങ്ങിയ ആളെ കരകയറ്റുക, ടെൻഷനുള്ള ആളെ സന്തോഷിപ്പിക്കാനുള്ള വഴി കണ്ടെത്തുക, ഇതൊക്കെയാണ് ഒരു മുസ്ലിം ചെയ്യേണ്ടത്. റിഫായ് ശൈഖ് വലിയായത്, റിഫായ് ശൈഖ് കറാമത്തുകളുടെ ഉടമയായത്, റിഫായ് ശൈഖ് ഇത്രമേൽ ഖബൂലിയത്തുള്ള നേതാവായത് പച്ചയായ ജീവിതം നയിച്ചിട്ടുണ്ട്. ഒരു രോഗിക്ക് സ്വന്തമായിട്ട് പാവത്തിനൊന്നും കഴിയില്ല. ആ സമയത്ത് രോഗികളുടെ വീട് തേടിപ്പിടിച്ച് അവിടെ പോയിട്ട് അലക്കി കൊടുക്കുക, ഡ്രസ്സ് വൃത്തിയാക്കി കൊടുക്കുക, എന്തുമാത്രം വലിയൊരു നന്മയാണ്, ഒരു മനുഷ്യത്വമാണത്. റിഫായ് ശൈഖ് അങ്ങനെ ജീവിച്ച ആളാണ്. ഇത് അനുഭവിച്ച എത്രയോ ആൾക്കാർ ഈ ആശയം നമുക്കും പഠിക്കണം, ഈ നബിയുടെ അനുയായിയെ നമുക്കും വായിക്കണം എന്ന് കരുതിയിട്ട് ഇസ്ലാം സ്വീകരിച്ച എത്ര ആൾക്കാരുടെ ജീവിതം കിതാബുകളിലുണ്ട്. 23ാമത്തെ പ്രത്യേകത, അനാഥകൾക്ക് ഉപ്പയായി ജീവിക്കൽ റിഫായ് ശൈഖിൻ്റെ ഒരു സ്വഭാവമാണ്. ലില്ലത്തീബി കൽ അബി, ഉപ്പയെപ്പോലെ ജീവിക്കും. ആ അനാഥ മക്കൾക്ക് ഒരു ഉപ്പ നഷ്ടപ്പെട്ട ഒരു ടെൻഷനും ഇല്ലാതിരിക്കാൻ റിഫായ് ശൈഖ് അധ്വാനിക്കും. അന വഖാഫിലില്ലത്തീമി ഫിൽ ജന്നത്തി ഹാക്കഥ, ഞാനും ഒരു യത്തീമിനെ ഒരു യത്തീമിനെ, ഒരാളെ, ഇറ്റ് ഈസ് ദ സിംഗുലർ ടേം. അന വഖാഫിലിൽ, ഐത്താം എന്നല്ല പറഞ്ഞ, പ്ലൂരലല്ല, ഒരു യത്തീമിനെ സംരക്ഷിച്ച ആൾ ഞാനും അയാളും ഇങ്ങനെയാണ് സ്വർഗത്തിൽ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രയും അടുപ്പം പറയാം. ഒരു യത്തീമിനെ സംരക്ഷിച്ച ആൾക്ക് സ്വർഗത്തിൽ റസൂലുള്ളാഹിനോട് ഇത്രയും അടുപ്പുണ്ടെങ്കിൽ ആയിരക്കണക്കിന് യത്തീമുകളെ സംരക്ഷിക്കുന്ന നമ്മുടെ ഉസ്താദുമാരുടെയൊക്കെ പ്രതിഫലം കണ്ടറിയാം. റിഫായി ഷേഖ് യത്തീം മക്കളെ സംരക്ഷിക്കാൻ വലിയ ഉത്സാഹം കാണിച്ചാലാണ്. ആ പാവങ്ങൾക്ക് ഒരു വിഷമവും കാണിക്കാത്ത രീതിയിൽ, ഒരു ഉപ്പയില്ലാത്ത ടെൻഷൻ അവർക്ക് വരാത്ത രീതിയിൽ റിഫായി ഷേഖ് അവരെ പരിചരിക്കും, അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും. കൽ അബിഷഫീഖ്, അങ്ങനെയാണ് കിതാബിലുള്ളത്. സ്നേഹസമ്പന്നനായ ഒരു ഉപ്പയെപ്പോലെ അവർക്ക് കൂടെ നടന്നു കൊടുക്കും. 24-ാമത്തെ പ്രത്യേകത, റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ 24-ാമത്തെ ഒരു ക്വാളിറ്റി, സംസാരിക്കുമ്പോൾ മഹാനവറുകളൊന്ന് ചിന്തിക്കും. ഇതാറാതായ തക്കല്ലം, സംസാരിക്കണമെന്ന് വിചാരിക്കുമ്പോൾ റിഫായി ഷേഖ് ആലോചിക്കും, ഈ സംസാരിക്കുന്നതിൽ ഖൈറുണ്ടോ? ഒന്നിക്കിൽ കേൾവിക്കാരനെ സന്തോഷിപ്പിക്കുക, അല്ലെങ്കിൽ കേൾവിക്കാരന് ഉപകാരം ഉണ്ടാവുക, ഒരറിവുണ്ടാവുക, അങ്ങനെ എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടോ? അങ്ങനെ ഉപകാരം ഉണ്ടെങ്കിൽ സംസാരിക്കും, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കും. തിങ്ക് ടോയ്സ് ബിഫോർ ഐ സ്പീക്കിംഗ്, രണ്ടോട്ടം ആലോചിക്കുക, എന്തിനാണ് ഞാനിത് സംസാരിക്കണം. പുതിയ കാലത്ത് മെസ്സേജ് അയക്കുന്നതിന് മുമ്പ് ആലോചിക്കുക, ഞാൻ എന്തിനാണ് ഇത് മിണ്ടണം. ഒരു ബുദ്ധിമാന്റെ അടയാളാണ് സംസാരിക്കുന്നതിന് മുമ്പ് ആലോചിക്കൽ എന്ന് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പറയുന്നു. 25, ഒരു സമയം വെറുതെ കളയാത്തൊരു ജീവിതമാണ് റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും. ഇൻസ്റ്റാ കാലത്ത് റിഫായി ഷേഖിനെ കൂടുതൽ വായിക്കുകയാണ് വേണ്ടത്. ഒരൊറ്റ സമയം റിഫായി ഷേഖ് വെറുതെ കളയൂല. ഓരോ സെക്കൻഡും അള്ളാഹുവിന് വേണ്ടിയുള്ള ഇബാദത്ത് ചെയ്യണം എന്ന് ദൃഢപ്രതിജ്ഞ എടുത്ത ആളാണ് റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പറയും, ആവശ്യമില്ലാത്ത കാര്യത്തിന് സമയം കളഞ്ഞാൽ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സമയം ഉണ്ടാവില്ല. ഓഹോ, എന്തൊരു വലിയ ആശയമാണത്. എന്തൊക്കെയോ ഹൈറാത്തുകൾ ചെയ്യണം, എന്തൊക്കെയോ നന്മകൾ ചെയ്യണം എന്ന് വിചാരിക്കുമ്പോഴേക്ക് നീ ഔട്ടായിട്ടുണ്ടാവും, മരിച്ചു പോയിട്ടുണ്ടാവും. ആവശ്യമില്ലാത്ത കാര്യത്തിന് നിന്റെ സമയം നീ കളഞ്ഞാൽ ആവശ്യമുള്ള കാര്യം ചെയ്യാൻ നിനക്ക് സമയം ഉണ്ടാവില്ല. റിഫായി ഷേഖിൻ്റെ വാക്കാണ്. അതാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അദ്ദുനിയ സാഅ, ദുനിയാവ് എന്ന് പറഞ്ഞ സമയമാണ്. ഫജ് അൽഹ ത്വാഅ, നീ ആ സമയത്തൊക്കെ ഇബാദത്താക്കി മാറ്റും. 26, സഹജീവി സ്നേഹം റിഫായി ഷേഖിൽ നിന്ന് പഠിക്കണം. ഒരു തവണ ഒരു ശിഷ്യൻ റിഫായി ഷേഖ് എന്ന ഉസ്താദിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ മഹാനവറുകൾ കൈ ഇങ്ങനെ നീട്ടിയിട്ടുണ്ട്. ഓടിപ്പോയി കൈ പിടിച്ച് മുസാഫത്ത് ചെയ്ത് ചുംബിക്കണമെന്ന് വിചാരിച്ച് ശിഷ്യൻ അടുത്തെത്തി. ആ മോനോട് പറയാം, എന്താ മോനെ കൊളാക്കിയില്ലേ? എന്താ ഉസ്താദേ? ഒരു കൊതുക് എൻ്റെ കയ്യിൽ വന്നിട്ട് രക്തം കുടിക്കായിരുന്നു, അത് കുടിച്ച് തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൈ അനക്കാതെ വെച്ചതാ. നീ ആ സമയത്ത് കൈ പിടിക്കാൻ വന്നാൽ ആ കൊതുക് പാറിപ്പോവില്ലേ? അതിന് വിഷമാവില്ലേ? യാ റബ്ബ്, ആലോചിച്ച് നോക്കിയേ. റിഫായി ഷേഖിൻ്റെ ഒരു ആലോചന, എൻ്റെ അടുത്ത് ബ്ലഡ് കുടിക്കാൻ വേണ്ടി വന്ന ഒരു കൊതുക് പോലും പ്രയാസപ്പെടരുത്, അതിന് കൈ ഇങ്ങനെ നീട്ടി വെക്കുക. ആറിയിട്ടിരിക്കുന്ന ഡ്രസ്സിൽ ഒരു പൂച്ച വന്ന് കിടന്നുറങ്ങി. ജമാഅത്തിന് മുമ്പ് ആ ഡ്രസ്സ് ധരിക്കണം. പൂച്ചയാണെങ്കിൽ നല്ല ഉറക്കില്ല, ജമാഅത്തിനാണെങ്കിൽ റിഫായി ഷേഖിന് പോകണം. എന്തു ചെയ്യും? വേറൊന്നും ആലോചിച്ചില്ല. കുപ്പായത്തിൻ്റെ കൈയുടെ ഭാഗത്താണ്, കഫിൻ്റെ ഏരിയയിലാണ് പൂച്ച കിടന്നുറങ്ങിയേക്കുന്നത്. ഒരു കത്രിക എടുത്തിട്ട് ആ ഭാഗം കട്ട് ചെയ്തു. എന്നിട്ട് ഒരു കൈയില്ലാത്ത കുപ്പായിട്ടിട്ട് പോയിട്ട് നിസ്കരിച്ചു. തിരിച്ചു വന്ന് നമുക്ക് പൂച്ച ഉറക്കത്ത് നിന്ന് എണീറ്റിട്ടുണ്ട്, അത് സ്റ്റിച്ച് ചെയ്തു, ശരിയാക്കി. റിഫായി ഷേഖ് ആലോചിച്ച് നോക്കിയേ. കുഷ്ഠരോഗം പിടിച്ച നായ, ആ നായ ഉമ്മു അബീദ എന്നെ തൻ്റെ നാട്ടിലേക്ക് വന്നു. ആ നായെ എടുത്ത് ഒരു ടെൻറ്റിൽ അതിനായിട്ടൊരു പന്തൽ കെട്ടി 40 ദിവസം റിഫായി ഷേഖ് ആ നായെ പരിചരിച്ചു. മരുന്ന് വെച്ചു കൊടുത്തു, ഭക്ഷണം കൊടുത്തു, വെള്ളം കൊടുത്തു. അതിനെ ഹിദമത്തെടുക്കൽ തന്നെയായിരുന്നു ആ കാലം എത്രയും റിഫായി ഷേഖ് ചെയ്ത പ്രധാന പരിപാടി. 40 ദിവസം രാവിലെയും വൈകുന്നേരവും മഹാനവറുകൾ അതിന് ഹിദമത്തെടുത്തു. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സംശയത്തിൻ്റെ ഉത്തരം കൂടിയാണ് ഇനി പറയണത്. 7 പ്രാവശ്യം കഴുകേണ്ട മണ്ണ് കലക്കിയ വെള്ളം അത് രാവിലെയും വൈകുന്നേരവും 40 ദിവസവും ചെയ്തു. അതിൻ്റെ പേരിലൊന്നും ഹൈറ് മുടക്കൂല. 41-ാമത്തെ ദിവസം അത് ആരോഗ്യമൊക്കെ തിരിച്ച് കിട്ടിയ സന്തോഷത്തിൽ
വളരെ സന്തോഷത്തോടു കൂടി നടന്നു പോകുമ്പോൾ റിഫായി ഷേഖിൻ്റെ മുഖത്തൊരു പ്രകാശം. അൽഹംദുലില്ലാഹ്, എന്നെ കൊണ്ടൊരു നായക്ക് സന്തോഷം ഉണ്ടായല്ലോ. ഈ റിഫായി ഷേഖ്, ഇങ്ങനെ ഒരു പച്ചയായ ജീവിതം നയിക്കുന്ന റിഫായി ഷേഖ് തിരുറൗലയിൽ പോയിട്ട് ഫി ഹാലത്തിൽ ബുഅദി റൂഹി കുന്തു ഉർസിലുഹ, അഹമ്മദുൽ കബീർ എപ്പോഴും മനസ്സുകൊണ്ട് റൂഹ് കൊണ്ട് മദീനയിൽ തന്നെയാണ്. ഇപ്പം ഇതാ ഉടലോടെ വന്നിട്ടുണ്ട്. ഫംദുദ് യമീനക്ക, ആ പരിശുദ്ധ കരങ്ങൾ നീട്ടിത്തരുമോ എന്ന് ചോദിച്ചാൽ എങ്ങനെയാ മുത്തുനബി കൊടുക്കാതിരിക്കുക? ഈ പച്ചയായ ജീവിതം നയിച്ച എൻ്റെ മോനിക്ക് എങ്ങനെയാ കൊടുക്കാതിരിക്കുക? മനുഷ്യന്മാരെ എങ്ങനെ കൊടുക്കാതിരിക്കുക? അഹങ്കാരം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത, കിബറിൻ്റെ ഒരു ലെവലേശം അംശമില്ലാത്ത പച്ചയായ ജീവിതം നയിക്കുന്ന ഒരു പച്ചയായ ഒരു മുസ്ലിം ജീവിതം നയിച്ച് ലോകത്തിന് മാതൃക കാണിച്ച ഈ മോനിക്കല്ലാണ്ട് എൻ്റെ കൈ പിന്നെ ആർക്കാ കൊടുക്കേണ്ടത്? എങ്ങനെ മുത്തുനബിയുടെ കൈ കിട്ടാതിരിക്കുക? ചുംബിച്ചില്ലേ? വേണ്ടുവോളം ചുംബിച്ചില്ലേ? കണ്ടില്ലേ 500 പേര് ആ കറാമത്ത് കണ്ടു എന്ന് അൽ ഹാവിലിൽ ഫത്താവയിൽ ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. സഹജീവി സ്നേഹം. മറ്റു ജീവികൾക്ക് വെള്ളം കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനൊക്കെ റിഫായി ഷേഖിന് വലിയ താല്പര്യം. റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ 27ാമത്തെ പ്രത്യേകത, ദീർഘനേരം കരയും ആഖിർ ഓർത്തിട്ട്. മഹാന്മാരങ്ങനെയാണ്, അള്ളാഹുലേക്ക് അടുക്കും തോറും അവർക്ക് കരച്ചിൽ കൂടി വരും എന്ന് ഷഹറാനി ഇമാമിൻ്റെ തംബീഹുൽ മുഖ്തരിയിലുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടില്ലേ? വഫാത്തായിട്ട് കിടന്നപ്പോൾ കവിൾത്തടത്തിൽ 2 ഭാഗത്തും കറുത്ത വരകൾ ഉണ്ടായിരുന്നു. ആഖിർ ഓർത്ത് തുടർച്ചയായി കരഞ്ഞ് ആ കണ്ണീര് തുടർച്ചയായി വന്നതുകൊണ്ട് ആ ഒഴുകിയ ഭാഗത്ത് കറുത്ത വര. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കുറേ നേരം കരയും. ആ കരഞ്ഞ കാരണം കൊണ്ട് അവിടുത്തെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടത്രേ. കണ്ണീര് കുറേ പോയി തീർന്നാൽ കണ്ണീരില്ലെങ്കിൽ കാഴ്ച ഉണ്ടാവില്ലല്ലോ. ലാസ്റ്റ് അന്ധനായ ആളാ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. കുറേ നേരം കരയും ആഖിർ ഓർത്തിട്ട്. 28 നിസ്കാര സമയമായാൽ റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹു വേറെ ഒരു വർത്താനില്ല. ഒരു ദിവസം റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹു കുറച്ച് വെള്ളം വേണമല്ലോ, എന്നെ സഹിക്കാൻ പറ്റാത്ത ദാഹമൊന്നുമല്ല, വെള്ളം വേണം എന്ന് പറഞ്ഞു. വെള്ളം കൊണ്ടു കൊടുക്കുമ്പോൾ ബാങ്ക് കേട്ടു. അള്ളാഹു വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ശരീരത്തിൻ്റെ വിളി സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് വെള്ളം പിന്നെ കുടിക്കാന്ന് പറഞ്ഞിട്ട് നിസ്കാരത്തിന് പോയി. മഹാന്മാരുടെ ഒരു രീതിയെ, ഒരു മഹാന് വസ്ത്രം ഇങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി ഒരു 2 തുന്നൽ കൂടി ആയാലും ഇത് പൂർത്തിയാവും. തുന്നിക്കൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് കൊടുത്തു, അവിടെ വെച്ച് ഒറ്റപ്പോക്ക് ഉണ്ടോ. ഒരു മഹാൻ ഒരു ആണി അടിച്ചുകൊണ്ടിരിക്കുക, മുട്ടിയെടുത്തിട്ട് ഹാമർ എടുത്തിട്ട് 2 അടി അടിച്ചാൽ ഇത് പൂർത്തിയാട്ടോ. അതിന് അടുത്ത അടിക്ക് വേണ്ടി ഇങ്ങനെ ഹാമർ ഉയർത്തിയപ്പോൾ ബാങ്ക് കേട്ടു, അവിടെ വെച്ച് ഒറ്റപ്പോക്ക്. നിസ്കാരം വലിയ പ്രാധാന്യമായിരുന്നു അവർക്കൊക്കെ. അടുത്തത്, റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിലേക്ക് നിന്നാൽ ശരീരത്തിൻ്റെ നിറമൊക്കെ മാറിപ്പോവും. യെല്ലോ കളറോ, ഇതാരുടെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന പേടിയിലാണ് മഹാനവറുകളുടെ നിറമൊക്കെ മാറിപ്പോണത്. അവസാനത്തെ ഒരു പോയിന്റ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്, സുബഹ് നിസ്കാരം കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരുന്ന് സൂര്യോദയം വരെ ദിക്റില്ലു. അങ്ങനെ സൂര്യോദയം വരെ ദിക്റില്ലാൽ സുബഹിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരുന്ന് സമയം ചെലവഴിച്ചാൽ ഉംറ ചെയ്ത പ്രതിഫലമാണല്ലോ ഹദീസ് ഓഫർ ചെയ്തേക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതിയാണല്ലോ. ളുഹയും ഇഷ്റാഖൊക്കെ നിസ്കാരമൊക്കെ പൂർത്തിയാക്കിയിട്ടാണ് പിന്നെ മഹാനവറുകൾ അവിടെ നിന്ന് പിരിയാറുള്ളത്. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, രാവിലത്തെ സമയം, പ്രഭാത സമയം വലിയ ബർക്കത്തുള്ള സമയമാണ്. ഔറാദുകൾ കൊണ്ട് വിർദുകൾ കൊണ്ട് സമ്പന്നമാക്കേണ്ട സമയമാണ്. ഈ പറഞ്ഞ ദിക്റുകളൊന്നും ഫുള്ളായിട്ട് നിനക്ക് ചൊല്ലാൻ പറ്റൂലെങ്കിലും ഒറ്റൊരു ദിക്റെങ്കിലും രാവിലെ നീ ചൊല്ലണേ മോനെ. ഒറ്റൊരു ദിക്ർ, ഒരു ഔദുബിക്കൽ മാറ്റില്ല, ഒരു ബിസ്മില്ലാഹിലാണ്. പ്ലീസ്, ആ ബർക്കത്ത് നിനക്ക് കിട്ടാൻ വേണ്ടിയാണ്.
നിസ്കരിച്ച ഉടനെ ഉറങ്ങുന്ന സ്വഭാവമൊന്നും നമുക്കുണ്ടാവരുത്. ദിക്റുകൾ കൊണ്ട്, സേവനങ്ങൾ കൊണ്ട് ഒരു മുസ്ലിം ജീവിതം എങ്ങനെ രൂപപ്പെടുത്തണം എന്ന് പഠിപ്പിച്ച ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹുവിൻ്റെ മാസം നമ്മളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു മാറ്റം നമ്മളിലുണ്ടാവണം. ആ റിഫായി ഷെയ്ഖിൻ്റെ മദദ് കൊണ്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും ദുനിയാവിൽ നിൽക്കും നാൾ മൂഫർ മോഹിയദ്ദീൻ കാവലിലെ ഗല്ലാ കാലം അസ്റായിൽ മൗത്ത് വാങ്ങും നാളിൽ കരുത്തർ മോഹിയദ്ദീൻ കാവലിലെ ഗല്ലാ ഫേടി ഫേരൂത്ത ഖബറകം പോകും നാൾ ഫിർഫേറ്റ മോഹിയദ്ദീൻ കാവലിലെ ഗല്ലാ സുർബീലി കേട്ടിട്ട് ഒക്കെ പുറപ്പെട്ടാൽ സുൽത്താൻ മോഹിയദ്ദീൻ കാവലിലെ ഗല്ലാ മുഖമിട്ടാടു